ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവന് ഇബിലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. പിന്നെ എവിടുന്ന് വന്നു ഈ എമ്പുരാൻ? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ടെന്ന് ജതിൻ രാംദാസ് പറഞ്ഞത് വെറുതെയല്ല. അയാൾ എങ്ങനെ എമ്പുരാനായി, ഖുറേഷി എബ്രഹാമായി? കെട്ടുകണക്കിന് ചോദ്യങ്ങളാണ് ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ച് ഉരുത്തിരിയുന്നത്. ലൂസിഫർ ഇറങ്ങിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് എന്താണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാനായിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പിശാച് എന്ന് വിളിക്കപ്പെടുന്ന സാത്താന്റെ ഉത്ഭവ രൂപമാണ് ലൂസിഫർ എന്ന് അന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു. പ്രകാശം കൊണ്ടുവരുന്നവൻ, ശുക്രനക്ഷത്രം, സാത്താൻ എന്നിവ ലൂസിഫർ എന്ന പദത്തിന്റെ നാമങ്ങളാണ്. ഏറെക്കുറെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്നതായിരുന്നു സിനിമയിലെ സ്റ്റീഫച്ചായന്റെ കഥാപാത്രം. എന്നാൽ അതുക്കും മേലെയാണ് ഖുറേഷിയുടെ ലോകം. അവിടെ അവൻ എമ്പുരാനാണ്. ഇന്നും ആരാധകർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എമ്പുരാൻ എന്ന പേരിന്റെ അർത്ഥം തന്നെയാണ്. ഇപ്പോഴിതാ ചോദ്യങ്ങൾക്കൊടുവിൽ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. രാജാവിന് മുകളിൽ ദൈവത്തിന് താഴെ എന്നാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയെയാണ് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം എംപയർ, തമ്പുരാൻ എന്നീ പദങ്ങളുടെ സംയോജനം കൂടിയായി ഈ വാക്ക് കാണുന്ന ആരാധകരുണ്ട്. ദേവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്ന് മോഹൻലാൽ ചോദിക്കുന്നതിന്റെ പൊരുൾ ഇപ്പോഴാണ് പിടികിട്ടിയതെന്നാണ് ആരാധകർ പറയുന്നത്. ദൈവം തോറ്റുപോയിടത്ത് ഇനി സാത്താന്റെ ഊഴമാണ്. ഈ കളി ഞാനും എന്റെ പിള്ളേരും ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണെന്ന് പണ്ട് രാവണപ്രഭുവിൽ മോഹൻലാൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതുപോലെ സാമ്രാജ്യം ഭരിക്കുന്ന അധോലോക നായകനായ എബ്രാം ഖുറേഷി കേരളത്തെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ജയിക്കാൻ തന്നെയാകും. അതേസമയം ബുക്കിംഗിൽ എമ്പുരാൻ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ്. റിലീസ് ദിവസം ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷൻ എമ്പുരാൻ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം ഇതിനോടകം 10 കോടി കടന്നെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒടിയൻ നേടിയ 7.25 എന്ന കളക്ഷനെയാണ് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. വിജയ് ചിത്രമായ ലിയോ പ്രീസെയിലൂടെ നേടിയ 8.81 കോടിയെയും എമ്പുരാൻ മറികടന്നു. ഇതോടെ ലിയോ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായ 12 കോടിയെ എമ്പുരാൻ പ്രീസെയിൽ കൊണ്ട് മാത്രം കടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചിത്രം മാർച്ച് 27-ന് തിയേറ്ററിലെത്തും.